നമസ്കാരം. യശ്രീ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെട്രിക്സിന്റെ ഓപ്പറേഷൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. മെട്രിക്സിന്റെ ഓപ്പറേഷൻസിൽ അഡിഷൻ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സബ്സ്ട്രാക്ഷൻ ഓഫ് എ മെട്രിക്സ്. ഓക്കെ, അഡിഷൻ പഠിച്ചു കഴിഞ്ഞവർക്ക് സബ്സ്ട്രാക്ഷൻ വളരെ ഈസിയാണ്. കാരണം നമ്മൾ രണ്ടിനും സെയിം മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് എങ്ങനെയാണ് മെട്രിക്സുകൾ തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് രണ്ട് മെട്രിക്സുകളുടെ ഡിഫറൻസ് കാണുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ, ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ശ്രമിക്കണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമുക്ക് എങ്ങനെയാണ് മെട്രിക്സുകൾ തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് രണ്ട് മെട്രിക്സുകളുടെ ഡിഫറൻസ് കാണുന്നതെന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ അഡിഷൻ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞവരാണ്. നമ്മൾ രണ്ട് മെട്രിക്സുകൾ തമ്മിൽ ആഡ് ചെയ്യാൻ യൂസ് ചെയ്ത സെയിം മെത്തേഡ് യൂസ് ചെയ്ത് കൊണ്ട് തന്നെയാണ് നമ്മൾ മെട്രിക്സുകളുടെ ഡിഫറൻസ് കാണുന്നതും. ഓക്കെ, അപ്പോൾ നമ്മൾ മെട്രിക്സുകൾ തമ്മിൽ ആഡ് ചെയ്യാൻ വേണ്ടി എന്താണ് ചെയ്തത്? കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ ആഡ് ചെയ്തു അല്ലേ? എന്നിട്ടാണ് നമ്മൾ അതിന്റെ സം കണ്ടുപിടിച്ചത്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? അവിടെ നമ്മൾ കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ ആഡ് ചെയ്തെങ്കിൽ നമ്മൾ ഇവിടെ കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് കാണുകയാണ് ചെയ്യുന്നത് അല്ലേ? തമ്മിൽ കുറയ്ക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവാനായിട്ട് ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ടാണ് പറയുന്നത്. ഞാനിവിടെ 2x2 ഓർഡറിലുള്ള മെട്രിക്സുകളാണ് എടുത്തിരിക്കുന്നത്, മെട്രിക്സ് എയും മെട്രിക്സ് ബിയും. ഓക്കെ, നമുക്ക് ഫൈൻഡ് എ മൈനസ് ബി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ എ മൈനസ് ബി എന്നോ അല്ലെങ്കിൽ ഫൈൻഡ് ദ ഡിഫറൻസ് എന്നോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഓർക്കുക, സബ്സ്ട്രാക്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് കാണും അല്ലേ? കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ കുറച്ച് എഴുതും. അപ്പോഴാണ് നമുക്ക് അതിന്റെ ആൻസർ കിട്ടുന്നത്. നമുക്ക് എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ നോക്കിക്കേ, മെട്രിക്സ് എ ഈസ് ഈക്വൽ ടു 2 3 1 2. മെട്രിക്സ് ബി ഈക്വൽ ടു 4 2 1 3. ഫൈൻഡ് എ മൈനസ് ബി. അപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് എക്സാം ഹാളിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. നിങ്ങൾ എപ്പോഴും ആൻസർ എഴുതുമ്പോൾ, പ്രത്യേകിച്ചും ഇതുപോലെയുള്ള മാത്സ് ഒക്കെ ഉൾപ്പെട്ട് വരുന്ന പേപ്പർ ആണെന്നുണ്ടെങ്കിൽ എഴുതുമ്പോൾ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ക്ലിയർ ആയിട്ട് എഴുതാൻ ശ്രമിക്കുക. നമ്മൾ ചില കുട്ടികളുടെ ആൻസർ ഷീറ്റ് നോക്കുമ്പോൾ ടീച്ചേഴ്സിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിലെവിടെയാണ് ഇവരെന്ത് സ്റ്റെപ്പാണ് ചെയ്തിരിക്കുന്നത്, ഇത് എവിടെ നിന്നാണ് ഇവർ ഈ ഒരു സ്റ്റെപ്പിലോട്ട് വന്നത്, ഇങ്ങനെ അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ കാണുമ്പോൾ തന്നെ ടീച്ചേഴ്സിന് ഒരു മടുപ്പ് തോന്നും. ചില കുട്ടികളുടെ പേപ്പർ കണ്ടു കഴിഞ്ഞാൽ ഒട്ടും ക്ലീൻ ആയിരിക്കത്തില്ല, നമുക്കൊന്നും മനസ്സിലാവില്ല കണ്ടു കഴിഞ്ഞാൽ. ചിലപ്പോൾ ആൻസർ ക്ലിയർ ആയിരിക്കും അവരെഴുതിയിരിക്കുന്നത്, ശരിയായിട്ടുള്ള ആൻസർ ആയിരിക്കും എഴുതിയിരിക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും നമ്മൾ ഇങ്ങനെ ആൻസർ ഷീറ്റിൽ ഇങ്ങനെയൊക്കെ കാണിച്ചു വെച്ചാൽ നമ്മളെ സ്കോർ അത് കാരണം കുറഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് വേറെ ടീച്ചേഴ്സൊക്കെ മിക്കവാറും പറഞ്ഞു തന്നിട്ടുണ്ടാവും. നിങ്ങൾ മാത്സിനൊക്കെ ആൻസർ എഴുതുന്ന സമയത്ത് മാക്സിമം നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ അതിൽ കംപ്ലീറ്റ് ഉൾക്കൊള്ളിച്ച് എഴുതാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമ്മൾ പഠിച്ചത് കൊണ്ട് മാത്രമായില്ല, നമ്മൾ പഠിച്ച കാര്യം ആൻസർ ഷീറ്റിൽ എങ്ങനെ നമ്മളത് എക്സ്പ്രസ് ചെയ്യുന്നു എന്നുള്ളിടത്താണ് നമ്മുടെ കഴിവിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന ഒരു മാർക്ക് പോലും വേസ്റ്റ് ആകാതിരിക്കാൻ, നമ്മളെ അശ്രദ്ധ കാരണം നമുക്ക് ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാൻ പാടില്ല. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും ആൻസർ എഴുതുന്ന സമയത്ത് നീറ്റായിട്ട് ആൻസർ എഴുതാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് മാത്സ് പോലെയുള്ള പേപ്പറൊക്കെ ആകുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ എഴുതാനായിട്ട് ശ്രമിക്കുക. ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതാൻ പറഞ്ഞാൽ ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി എളുപ്പത്തിന് 2 സ്റ്റെപ്പിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് ശരിക്കും നമ്മൾ എക്സാമിന് എഴുതുമ്പോൾ എങ്ങനെയാണ്? ആദ്യം എ എത്രയാണെന്നുള്ളത് എടുത്ത് എഴുതുക, അതിനുശേഷം ബി എത്രയാണെന്നുള്ളത് എടുത്ത് എഴുതുക, അതിനുശേഷം എ മൈനസ് ബി എന്നൊരു ഹെഡിങ് കൊടുത്തതിന് ശേഷം കറക്റ്റ് ഈ മെട്രിക്സ് എ മൈനസ് മെട്രിക്സ് ബി എന്നുള്ളത് എഴുതുക. അതിൻ്റെ താഴത്തെ സ്റ്റെപ്പിൽ ഇതുപോലെ എഴുതുക. അതിനുശേഷം അത് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടിട്ട് ആൻസർ, നമുക്ക് ഫൈനൽ ആൻസർ എത്രയാണോ കിട്ടുന്നത് അത് ഇതുപോലെ എഴുതി അണ്ടർലൈൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും നമ്മൾ മാത്സിനൊക്കെ ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ എഴുതിയാലുള്ളൊരു യൂസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കോർ നഷ്ടപ്പെടില്ല. നിങ്ങൾ എന്താ എഴുതിയിരിക്കുന്നത്, നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയത് എന്നുള്ളത് പേപ്പർ നോക്കുന്ന ടീച്ചറിനും മനസ്സിലാവും.
ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിച്ചു വയ്ക്കുകയും അങ്ങനെ തന്നെ എഴുതി ശീലിക്കുകയും ചെയ്താൽ നിങ്ങൾക്കും ആൻസർ തെറ്റിപ്പോകാനുള്ള ചാൻസ് കുറവായിരിക്കും. ഓക്കെ, അപ്പം ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. പൊതുവേ ആൻസർ ഷീറ്റുകളിൽ കാണുന്ന ഒരു കാര്യമാണ്, കറക്റ്റ് ആൻസർ കിട്ടിയ കുട്ടിയായിരിക്കും, പക്ഷേ പലപ്പോഴും സ്റ്റെപ്പുകളൊന്നും ഉണ്ടാവത്തില്ല. ഓക്കെ, ചില ടീച്ചേഴ്സിന് ഓക്കെ ആയിരിക്കും, പക്ഷെ ചിലർ അത് ഓക്കെ ആവണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ നോക്കാം. ഇവിടെ നോക്കിക്കുക, മെട്രിക്സ് എ ഞാൻ ആദ്യം എഴുതിയിട്ടുണ്ട്. 2 3 1 2 മൈനസ് മെട്രിക്സ് ബി 4 2 1 3. കണ്ടോ, 4 2 1 3. ഇനി നമുക്ക് ഈക്വൽ സൈൻ കൊടുക്കുക. എന്നിട്ട് ഇത് തമ്മിലുള്ള ഡിഫറൻസ് കാണാം. എങ്ങനെയാണ് നമ്മൾ ഡിഫറൻസ് കാണുന്നത്? കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് കാണുന്നത് അല്ലേ? ഓക്കെ, നമുക്ക് കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് കാണാം. എങ്ങനെയാണ്? മെട്രിക്സ് എയിലെ ഫസ്റ്റ് എലമെന്റ് മൈനസ് മെട്രിക്സ് ബിയിലെ ഫസ്റ്റ് എലമെന്റ്. അങ്ങനെയാണ് നമ്മൾ കറസ്പോണ്ടിങ് എലമെന്റ്സ് എടുക്കുന്നത് അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം. നോക്കിക്കോളൂ. 2 മൈനസ് 4, 2 മൈനസ് 4, 3 മൈനസ് 2. കണ്ടോ, 3 മൈനസ് 2. ഇനി 1 മൈനസ് 1, 1 മൈനസ് 1. 2 മൈനസ് 3, 2 മൈനസ് 3. ഇനി നമുക്കിതിന്റെ ഡിഫറൻസ്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന് നോക്കാം. 2 മൈനസ് 4 നമുക്ക് ആൻസർ എത്ര കിട്ടും? -2. 3 മൈനസ് 2 നമുക്ക് ആൻസർ എത്ര കിട്ടും? 1 എന്ന് കിട്ടും. 1 മൈനസ് 1 0. 2 മൈനസ് 3 -1. അപ്പോൾ നമുക്ക് ഇവിടെ ഈ മെട്രിക്സുകളുടെ ഡിഫറൻസ് എത്രയാണ്? -2 1 0 -1. ഇങ്ങനെയാണ് നമ്മൾ മെട്രിക്സുകൾ തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്യുന്നത്. ഇനി നമുക്കിപ്പോൾ സമയം കുറവായതുകൊണ്ടാണ് ഞാൻ 3 × 3 ഓർഡറിലുള്ള മെട്രിക്സിൻ്റെ അതും കൂടെ ചെയ്ത് കാണിക്കാത്തത്. നമ്മൾ അഡിഷൻ ചെയ്തതുപോലെ തന്നെയാണ്. അപ്പോൾ അഡിഷൻ ചെയ്യാൻ അറിയാത്തവർ ഞാൻ അതിൻ്റെ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അത് കംപ്ലീറ്റ്ലി കണ്ടതിന് ശേഷം സബ്സ്ട്രാക്ഷൻ പഠിക്കാൻ ശ്രമിക്കുക. സെയിം മെത്തേഡ് തന്നെയാണ്. കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിലാണ് ആഡ് ചെയ്യുകയും അത് തമ്മിലുള്ള ഡിഫറൻസ് കാണുകയൊക്കെയാണ് ചെയ്യുന്നത്. ഈസിയാണ്. അപ്പോൾ ഓക്കെ, അഡിഷൻ അറിയാവുന്നവർക്ക് ഈസി ആയിട്ട് സബ്സ്ട്രാക്ട് ചെയ്യാനും പഠിക്കാൻ പറ്റും. സോ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ടെക്സ്റ്റ് നോക്കി കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്ത് പഠിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനി മെട്രിക്സിൻ്റെ ഓപ്പറേഷൻസിൽ ബാക്കിയുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണുള്ളത്, അത് പഠിക്കാം. ഓക്കെ, ഇനി നമുക്ക് ചാപ്റ്റർ പെട്ടെന്ന് തന്നെ തീർക്കാനായിട്ട് ഞാൻ ശ്രമിക്കാം. എൻ്റെ ഫോൺ കംപ്ലൈൻ്റ് ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടാത്തത്. ഇനി കുഴപ്പമില്ല, നമുക്ക് റെഗുലറായിട്ട് ഞാൻ വീഡിയോ ഇടാം. എന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം പോർഷൻസ് നമുക്ക് എക്സാമിന് മുമ്പ് കവർ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെങ്കിൽ മറക്കാതെ എല്ലാവരും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ നമ്മുടെ മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ഫോർ എക്കണോമിക്സ് സെം 4ൻ്റെ ഈ ഒരു പേപ്പറിൻ്റെ കംപ്ലീറ്റ് നോട്ട് ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ അതിലൊന്ന് ജോയിൻ ചെയ്തിട്ട് ആ നോട്ട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. നിങ്ങൾക്ക് അതൊന്ന് റെഫർ ചെയ്യാം. ഞാൻ ആ നോട്ട്സ് റെഫർ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ് ഇടുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും. സോ നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.